നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേരാംവണ്ണം മലയാളം പോലും അറിയാത്ത ഇങ്ങേര് ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തേക്ക് ഇറക്കിയപ്പോൾ ബിജെപിക്ക് എതിരെയുള്ള മുന്നണികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കേരളത്തിൽ എന്താണ് കാര്യം, ഒരു ബിസിനസ്മാന് കേരളത്തിൽ എന്താണ് കാര്യം എന്നുള്ളതൊക്കെയായിരുന്നു ചോദ്യം. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഇതുവരെ ബിജെപിക്ക് സ്വന്തമായി ഭരിക്കാൻ സാധിക്കാത്ത ചെങ്കൊടി പാറിയിട്ടുള്ള ആ ചുവന്ന മണ്ണിലേക്ക് കാവി വിരിയിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. തല മാറിയതോടെ തലസ്ഥാനത്തിന്റെ ഗതിയും മാറി തുടങ്ങിയെന്ന് തന്നെയാണ് ഇന്ന് വ്യക്തമായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്, മോദിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട NDA വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ പുറത്തു വരുന്നു. അത് മാത്രമല്ല, ഒരു വശത്ത് ഈ പറയുന്നത് പോലെ പുതിയ നേതാക്കന്മാരുടെ വരവും പ്രവർത്തനങ്ങളും ഒക്കെ വലിയൊരു രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും, മറുവശത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട തിരിച്ചടി എന്ന് പറയുന്നത് സ്വന്തം നിലനിൽപ്പ് പോലും മനസ്സിലാക്കാതെ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള അഴിമതി കഥകളാണ് എന്നതും പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രമാത്രം കെടുകാര്യസ്ഥത, ജനങ്ങൾക്ക് മടുത്ത് വെറുത്ത് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇനി കാണാൻ പോകുന്നത് എന്താണ് BJP ഇത്ര കാലം പ്രഖ്യാപിച്ച ആ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന് ഒരു ലോട്ടറി കിട്ടിയതുപോലെയുള്ള വിജയമാണ് ഇത് എന്നൊക്കെയാണ് നിലവിൽ രാഷ്ട്രീയ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രീൻ സിഗ്നൽ അടക്കം ലഭിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിന്റെ മുഖം മാറി മറിയും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ താങ്ക് യു തിരുവനന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നതടക്കം കണ്ടു. ഇനി 40 ദിവസം, ആ 40 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പോലെയുള്ള പ്രവചനമാണോ, അതോ BJP പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രമാണോ എന്നറിയാൻ ഇനി കാത്തിരിക്കേണ്ടത് വെറും 40 ദിവസം, അതായത് 1 മാസം 10 ദിവസം എന്നത് മാത്രമാണ്. എന്തായാലും തിരുവനന്തപുരത്തിന് ലോട്ടറി വിജയമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഒരു കോർപ്പറേഷൻ, 2 മുനിസിപ്പാലിറ്റി, 26 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വലിയ മുന്നേറ്റം നേരിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് NDA. തിരുവനന്തപുരം നേടി ചരിത്രത്തിൽ ആദ്യമായിട്ട് NDA കേരളത്തിൽ ഒരു കോർപ്പറേഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതും ഈ പറയുന്നത് പോലെ ചുവപ്പിന്റെ കോട്ട അത് പൊളിച്ചുകൊണ്ടാണ് കാവി വിരിയിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി കൂടെ രംഗത്തെത്തിയതോടെ ഇനി കളി മാറും, തിരുവനന്തപുരത്തിന്റെ മുഖം മാറും എന്നതും വ്യക്തമായി കഴിഞ്ഞു. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ്? മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളുടെ മികവായിട്ട് പറയുന്ന പല പദ്ധതികളും പേരിന് പോലും നടത്തിയിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതേ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ബിസിനസ്മാന്റെ ബുദ്ധിയിലൂടെ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തി എന്തൊക്കെയാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ള, അവകാശപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് BJP ആണ് ഇവിടെ അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ എല്ലാത്തിനും തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതും പറഞ്ഞു. നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഇവിടെ ഈ പറയുന്നത് പോലുള്ള മാലിന്യങ്ങളുടെ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നിരവധി ലക്ഷക്കണക്കിന് രൂപ എഴുതി വാങ്ങുന്നതല്ലാതെ അതിനൊന്നും കൃത്യമായിട്ടുള്ള നടപടികൾ ഈ 5 വർഷം കൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ, രാജ്യത്തേക്ക് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ കീഴിൽ നടപ്പാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കീഴിൽ നടന്നിട്ടുള്ള പദ്ധതികൾ പരാജയപ്പെട്ടു എന്നുള്ള സാഹചര്യത്തിലാണ് ഇതിനെയൊക്കെ മാറ്റിക്കുറിക്കാൻ വേണ്ടി BJP തന്നെ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ഇടപെടൽ എന്നോണം പൊതുജനങ്ങൾക്ക്, തിരുവനന്തപുരത്തുകാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം നേടിയ വിജയം
അത് കേരളത്തിലെ വഴിത്തിരിവായി മാറിയെന്നാണ് പ്രധാനമന്ത്രി കുറിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനാഭിലാഷങ്ങൾ പൂർത്തിയാക്കുവാൻ നമ്മുടെ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നും ജനങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു എന്നുമാണ് പ്രധാനമന്ത്രി കുറിക്കുന്നത്. നഗരത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്നതിനും വേണ്ടി പാർട്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്കും NDAക്കും വേണ്ടി വോട്ട് ചെയ്തതുടനീളമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നന്ദി അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കുറിപ്പ്. കേരളം LDFനെയും UDFനെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനും വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഒരേ ഒരു വഴിയാണ് അവർ NDA കാണുന്നത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം മറുവശത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മേയർക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും തന്നെയാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. എന്തിനാണ് തിരുവനന്തപുരത്തിന്റെ ഈ മേയറെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരാമർശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്കുള്ളിലുണ്ടാകും. പക്ഷെ അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അവർക്കിടയിൽ പോലും, അതായത് സഖാക്കന്മാർക്കിടയിൽ പോലും ബുദ്ധിമുട്ടുകളും അരോചകവുമായി തോന്നുന്നു എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് ഇത്തരത്തിൽ കേൾക്കാനുള്ള വീണ്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെ കൈവിട്ടുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സഖാത്തി തന്നെ രംഗത്തെത്തുന്നത്. അവർ പറയുന്നത് തന്നെക്കാൾ താഴ്ന്നവരോട് പോലും പുച്ഛവും പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും ഉള്ളതുകൊണ്ട് തോൽവിക്ക് പിന്നാലെ ആര്യക്കെതിരെ വളരെ കടുത്ത ഭാഷയിലാണ് മുൻ കൗൺസിലറായിട്ടുള്ള സഖാവ് പ്രതികരിച്ച് രംഗത്തെത്തിയത്. എന്തായാലും മേയർ സ്ഥാനാർത്ഥികളായി NDA ഉയർത്തിക്കാട്ടിട്ടുള്ള VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ തുടങ്ങിയവരുടെയൊക്കെ പ്രമുഖരുടെയൊക്കെ വിജയക്കുറിപ്പ് അത് യഥാർത്ഥത്തിൽ മേയറുടെ ഈ കെടുകാര്യസ്ഥത കൊണ്ട് കൂടെ കിട്ടിയതാണ് എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതേസമയം LDF കോട്ടകൾ തച്ചുടച്ചുകൊണ്ടാണ് ഈ മികച്ച ഭൂരിപക്ഷത്തിന്റെ വിജയം ലഭിച്ചിരിക്കുന്നത് എന്നതേറെ ശ്രദ്ധേയമാണ്. ഏറെക്കുറെ അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കയ്യിലായിരുന്ന LDFനാണ് ഈ ഒരു തിരിച്ചടി എന്നുള്ളതും ശ്രദ്ധിക്കണം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് കനത്ത തിരിച്ചടി തന്നെ LDFന് ലഭിച്ചിരിക്കുന്നു. ആ ചുവന്ന കൊടി ഒന്ന് പിടിച്ചുകൊണ്ടൊന്ന് ശക്തമായിട്ടൊന്ന് ജയ് വിളിക്കാൻ പോലുള്ള ആർജവം ലഭിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പരാജയമാണ് ഇത്തവണ LDFനുണ്ടായത് എന്നുള്ളതാണ്. നഗരസഭ കൈപ്പിടിയിൽ ഒതുക്കാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടുകൂടെ ചെയ്തിട്ടു പോലും ഈ ജനവിധിയിൽ അവർക്കൊരാശ്വാസം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം പുറത്തുവരുന്നത്. മാറാത്തത് മാറുമെന്ന NDAയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ഇനി ശരിയാകുമോ എന്നുള്ളത് തന്നെ കാത്തിരുന്ന് കാണാനും ജനങ്ങൾ ഏറെക്കുറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഇവിടെ പറഞ്ഞു വെക്കുന്നു. എന്തായാലും നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടത് മുന്നണിയുടെ ദയനീയ പരാജയത്തിന് കാരണം എന്നുള്ളൊരു അഭിപ്രായം കൂടെ നിലവിൽ ഉയർന്നു കേൾക്കുകയാണ്. പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ LDF അവതരിപ്പിച്ചിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അമ്പേ പരാജയമായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ വലിയ അഭിപ്രായങ്ങൾ ഉയർന്നു. നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നെങ്കിലും മേയറെ മാറ്റാൻ CPM തയ്യാറായില്ല. ഒരു പക്ഷെ അന്ന് ആ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരു തോൽവി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു സംസാരം. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് കൂടെ വ്യക്തമാകും, തിരഞ്ഞെടുപ്പ് ഫലം കൂടെ പുറത്തു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പാർട്ടിയിലെ ഉന്നതരോടക്കമുള്ള പെരുമാറ്റം ഒക്കെ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇത്തരത്തിൽ വീണ്ടും ആക്ഷേപങ്ങൾ ഉയരാനുള്ള കാരണം. ഏറ്റവും ഒടുവിൽ KSRTC ഡ്രൈവറായിട്ടുള്ള മേയർ യദുവിനെ തടഞ്ഞതടക്കമുള്ള വിഷയങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്. എന്തായാലും 5 വർഷം മേയർ കസേരയിൽ ഇരുന്നിട്ടെങ്കിലും ഇത്തവണ ആര്യ രാജേന്ദ്രൻ ഒരിടത്ത് പോലും പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ എതിർപ്പ് ഇത്തരത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പാർട്ടി എടുത്ത തീരുമാനമാണെങ്കിലും അതും ജനങ്ങൾ കൃത്യമായി നോക്കി എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് മേയർ ആര്യ രാജേന്ദ്രനുള്ള മറുപടിയായിട്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇനി മുന്നോട്ടുള്ള കാര്യം 40 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതിനു ശേഷം എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നതറിയാനുള്ള കാത്തിരിപ്പിലാണ് പൊതുജനങ്ങൾ. ആ ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നുണ്ട്. പക്ഷേ ഇനി അത് എന്താകും എന്നത് തന്നെ കാത്തിരുന്ന് കാണണം. എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് നന്ദി അടക്കം പറഞ്ഞ് പെട്ടെന്ന്
തന്നെ രംഗത്തെത്തിയത് കൂടെ തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ ഈ ഒരു BJP കിട്ടിയിരിക്കുന്ന ഈ ഒരു അംഗീകാരം അത് കൃത്യമായിട്ട് NDA വിലയിരുത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു ഒരു മറുപടി അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു നന്ദി പ്രകടനമായിട്ട് ആളുകൾ രംഗത്തേക്ക് വരും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പരാജയം അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ MM മണി അടക്കമുള്ളവർ പറയുന്ന ഒരു പരാമർശമുണ്ട്. അതായത് പെൻഷനൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഞങ്ങളെ തഴഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെ അവർ ഒഴിവാക്കി എന്നുള്ള തരത്തിൽ ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളെ ചീത്ത വിളിക്കുന്ന സഖാക്കന്മാരുടെ രീതി അടക്കം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത്, ജനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ആരുടെയും അടിമയല്ല. ജനാധിപത്യ രാജ്യത്ത് ഓരോ മനുഷ്യനും കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വോട്ട് രേഖപ്പെടുത്തുക, വോട്ട് കൊടുക്കുക, വോട്ട് വാങ്ങുക എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ഉപരി സർക്കാർ കൊടുക്കുന്ന ഒന്നും തന്നെ ഒരു സർക്കാരിന്റെയും കുത്തകയല്ല. അതെല്ലാം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശാണ്, പൊതുജനങ്ങളുടെ സ്വത്താണ്. അത് പങ്കിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്, ഉത്തരവാദിത്തം മാത്രമാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സഖാക്കന്മാർ വീർപ്പുമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ കൈക്കലാക്കിയിരിക്കുകയാണ് BJP. ഇനി എന്തായിരിക്കും BJPയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഒരു ഗ്രീൻ സിഗ്നൽ വികസനത്തിന്റെ കുതിപ്പിലേക്ക് മാറാത്തത് മാറുമെന്നുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു വാക്കിലേക്ക് തന്നെയാണ് ജനങ്ങൾ ഇനി ഉറ്റുനോക്കുന്നത്.